JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP-UP പുതിയ നോട്ടിഫിക്കേഷൻ എന്നുണ്ടാവും എന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ചെയ്യാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാനൊരു ക്ലാസ് അതിനു വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തത്. അപ്പോൾ LP-UP ഇതുവരെ കിട്ടാത്ത ഉദ്യോഗാർത്ഥികളും നിലവിൽ റാങ്ക് ലിസ്റ്റിൽ എത്താത്ത ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ഉയർന്ന റാങ്ക് കിട്ടാത്ത ഉദ്യോഗാർത്ഥികളും എല്ലാം തന്നെ ഇനി അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ അടുത്ത പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എത്ര അധികം നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുമോ അത്രയധികം നമുക്ക് ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ 31/5/2025 നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയും അതിന് തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ 2027 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 2027 പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എത്ര വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം, അതായത് വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. 18 to 40 ഏജ് ലിമിറ്റ് LP-UPയുടെ. 43 വയസ്സ് വരെയുള്ള OBC കാറ്റഗറിക്കാർക്കും 45 വയസ്സ് വരെയുള്ള SC/ST കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 18 to 40 എന്ന് പറയുമ്പോൾ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. 39 പൂർത്തിയായി 40 തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്ന ഒരു പല ഉദ്യോഗാർത്ഥികളും സംശയം ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 40 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 43 വയസ്സ് വരെയുള്ള OBC-കാർക്കും 45 വയസ്സ് വരെയുള്ള SC/ST-കാർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 1985 വരെയുള്ള SC/ST വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 1985 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ്. അതിൽ നിന്ന് മാറ്റം വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും പോലും വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് 3 വർഷങ്ങൾ ഓരോ വർഷവും കുറച്ച് വേണം ജനറൽ കാറ്റഗറിക്കാരും എല്ലാവരും തന്നെ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ 45 വയസ്സ് എന്ന് പറയുമ്പോൾ 1985 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിലവിലത്തെ യോഗ്യതയിൽ നിന്ന് കമ്മീഷൻ തീരുമാനം അനുസരിച്ച് അത് നിലവിൽ വന്നാൽ അതിൻ്റെ യോഗ്യതയിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കമ്മീഷൻ തീരുമാനം അംഗീകരിച്ച സർക്കാർ യോഗ്യതയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും LP-UP പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിലവിൽ 2027 പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സാഹചര്യത്തിൽ നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥി ആണെങ്കിൽ പോലും നമുക്ക് ഇനിയൊരു അവസരം കൂടി നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടും കൂടെ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ തന്നെ അതിനു വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച് ഓരോ ദിവസവും പ്രത്യേകമായിട്ടുള്ള ഒരു സമയം ഇതിനു വേണ്ടി LP-UPക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി നിങ്ങൾ പഠിക്കാൻ തയ്യാറെടുക്കേണ്ടതാണ്. പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന അവസരത്തിൽ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അടുത്ത LP-UP മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പഠനം ആരംഭിക്കേണ്ടതാണ്. ആ പഠനത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെ, അതായത് നമ്മൾ പഠിക്കുമ്പോൾ ആ 2027 LP-UP എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാതെ
ആ ഒരു LP-UPയോടുള്ള ഇഷ്ടത്തോട് അല്ലെങ്കിൽ ആ ജോലിയോടുള്ള ഇഷ്ടത്തോട് കൂടി തന്നെ പഠിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉയർന്ന റാങ്ക് കിട്ടാൻ സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പലപ്പോഴും പഠിക്കുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ ആ പഠനം എങ്ങനെയെങ്കിലും പഠിക്കുക, കുറേ കാര്യങ്ങൾ പഠിച്ചു വെക്കുക, അതനുസരിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളൊരു രീതി അവലംബിച്ചാണ് പല കുട്ടികളും പഠിക്കുന്നത്. പക്ഷേ ഇഷ്ടത്തോടെ പഠിക്കുന്ന എത്ര കുട്ടികളുണ്ടോ അത്രയധികം കുട്ടികൾക്ക് ഉയർന്ന റാങ്കിൽ എത്താൻ സാധിക്കും. നമ്മൾ പഠിക്കുന്ന വിഷയത്തോട് അല്ലെങ്കിൽ പഠിക്കുന്ന തസ്തികയോട് പഠിക്കുന്ന ജോലിയോട് നമുക്കൊരു ഇഷ്ടത്തോടു കൂടി പഠിച്ചു നോക്കിക്കേ. അപ്പോൾ നമ്മൾ ആ ഇഷ്ടം നമുക്കിപ്പം ഉദാഹരണമായിട്ട് ഒരു ഒരു ചോക്ലേറ്റിനോട് അല്ലെങ്കിൽ ഒരു മധുര പലഹാരങ്ങളോട് നമുക്കുള്ള ഇഷ്ടം, ആ ഇഷ്ടം നമ്മൾ അത് കഴിച്ചാണ്, നമ്മൾ അതിൻ്റെ സ്വാദ് രുചിച്ചാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ LP-UPക്ക് പഠിക്കുമ്പോൾ ആ ജോലിയോടുള്ള ഇഷ്ടത്തോട് പഠിച്ച് ആ ജോലി മേടിക്കുമ്പോൾ, ആ ജോലിക്ക് കയറി ആ ജോലി ചെയ്യുമ്പോഴുള്ള സംതൃപ്തി ഉണ്ടായാൽ മാത്രമേ അതിൻ്റെ ഗുണം എത്ര കണ്ട് വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു കൃത്യമായിട്ടുള്ള മനസ്സിൻ്റെ ഉറപ്പോടുകൂടി തന്നെ നിങ്ങളെല്ലാവരും, എനിക്ക് 2027 LP-UP വരുമ്പോൾ എനിക്ക് റാങ്ക് വാങ്ങണം, അല്ലെങ്കിൽ ഞാൻ റാങ്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ജോലിയിൽ പ്രവേശിക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ അക്കാഡമി വഴി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ തന്നെ എടുത്തു തരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഫയലൊക്കെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തി റാങ്ക് ഫയലൊക്കെ തന്നെ തയ്യാറാക്കി നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ അടുത്ത LP-UPക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ഓരോ ഉദ്യോഗാർത്ഥിയും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.